എപ്പോഴും ആണവായുധങ്ങൾ ആവശ്യമാണോ? ആധുനിക യുദ്ധതന്ത്രത്തിന്റെ ഉത്തരം വ്യക്തമാണ്, അല്ല. അതിവേഗത്തിൽ അത്യന്തം കൃത്യതയോടെ ശത്രുവിന്റെ നിർണായക സൈനിക കേന്ദ്രങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്ന പരമ്പരാഗത മിസൈലുകളാണ് ഇന്ന് ലോക സൈനിക ശക്തികളുടെ പ്രധാന ആയുധങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത്. യുക്രൈൻ റഷ്യ യുദ്ധവും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും തെളിയിച്ച മറ്റൊരു യാഥാർത്ഥ്യവും ഇതുതന്നെയാണ്. ആണവായുധങ്ങളുടെ ഭീഷണി നിലനിൽക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ യുദ്ധഭൂമിയിൽ നിർണായക മേൽക്കൈ നൽകുന്നത് കൃത്യമായ പരമ്പരാഗത പ്രഹരശേഷിയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ പുതിയ തലമുറ തദ്ദേശീയ ബാലിസ്റ്റിക് മിസൈലായ പ്രാലെ അന്താരാഷ്ട്ര പ്രതിരോധ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. അഗ്നി, ബ്രഹ്മോസ് തുടങ്ങിയ പ്രശസ്ത മിസൈലുകൾക്കിടയിൽ അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഈ സംവിധാനം ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാവി യുദ്ധതന്ത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ആയുധമായാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDO വികസിപ്പിച്ചെടുത്ത ഹ്രസ്വദൂര ഖരേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന റോഡ് മൊബൈൽ ബാലിസ്റ്റിക് മിസൈലാണ് പ്രാലെ. ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ പദ്ധതിയിൽ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് ഇതിന്റെ രൂപകൽപ്പനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യതയിലും വിശ്വാസ്യതയിലും പ്രതികരണ വേഗതയിലും പ്രാലെ ഇന്ത്യയുടെ ഏറ്റവും ആധുനിക മിസൈൽ സംവിധാനങ്ങളിൽ ഒന്നായി തന്നെ കണക്കാക്കപ്പെടുന്നു. ഏകദേശം 150 കിലോമീറ്റർ മുതൽ 500 കിലോമീറ്റർ വരെയുള്ള ദൂരപരിധിയുള്ള ഈ മിസൈൽ അതിർത്തിക്കപ്പുറത്തേക്കുള്ള നിർണായക സൈനിക കേന്ദ്രങ്ങളെ വളരെ വേഗത്തിൽ ലക്ഷ്യമിടാൻ രൂപകൽപ്പന ചെയ്തതാണ്. പ്രാലെയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതൊരു ആണവായുധ വാഹകമല്ല എന്നതാണ്. ഇന്ത്യയുടെ അഗ്നി പരമ്പരയിലെ മിസൈലുകൾ രാജ്യത്തിന്റെ ആണവ പ്രതിരോധ നയത്തിന്റെ ഭാഗമാണെങ്കിൽ പ്രാലെ പൂർണ്ണമായും പരമ്പരാഗത യുദ്ധത്തിനായി വികസിപ്പിച്ചെടുത്ത ഒരു സംവിധാനമാണ്. അതായത് ആണവ യുദ്ധത്തിന്റെ ഭീഷണി സൃഷ്ടിക്കാതെ തന്നെ ശത്രുവിന്റെ നിർണായക സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ കൃത്യമായി ആക്രമിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നു. യുദ്ധ സാഹചര്യങ്ങളിൽ ആണവ പരിധി കടക്കാതെ തന്നെ ശക്തമായ തിരിച്ചടി നൽകാൻ കഴിയുന്നത് ഇന്ത്യയുടെ പ്രതിരോധ നയത്തിൽ വലിയ മാറ്റമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇത് എസ്കലേഷൻ കൺട്രോൾ എന്നറിയപ്പെടുന്ന ആശയത്തിന്റെ ഭാഗമാണ്. അതായത് യുദ്ധം അനാവശ്യമായി ആണവ തലത്തിലേക്ക് ഉയരാതെ നിയന്ത്രിതമായി നിലനിർത്തിക്കൊണ്ട് പരമാവധി സൈനിക നേട്ടം കൈവരിക്കുക. യുദ്ധഭൂമിയിൽ പ്രാലെയുടെ പ്രധാന ദൗത്യം ശത്രുവിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ, റഡാർ സ്റ്റേഷനുകൾ, ലോജിസ്റ്റിക് ഹബ്ബുകൾ, ഇന്ധന സംഭരണ കേന്ദ്രങ്ങൾ, വ്യോമതാവളങ്ങൾ, സൈനിക വിന്യാസ കേന്ദ്രങ്ങൾ എന്നിവയെ ലക്ഷ്യമിടുന്നതാണ്. ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോൾ ശത്രുവിന്റെ പ്രതികരണ ശേഷി വലിയ തോതിൽ തകരാറിലാകുന്നു. ഒരു യുദ്ധത്തിൽ ആദ്യ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത്തരം നിർണായക കേന്ദ്രങ്ങൾ പ്രവർത്തനരഹിതമാക്കാൻ കഴിഞ്ഞാൽ പിന്നീട് നടക്കുന്ന കര, വ്യോമ, നാവിക സൈനിക നീക്കങ്ങൾക്ക് വലിയ മേൽക്കൈ ലഭിക്കും. അതുകൊണ്ട് തന്നെ പ്രാലെ ഒരു ബാറ്റിൽ ഫീൽഡ് ഷേപ്പിംഗ് വെപ്പൺ എന്നും വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. ഈ മിസൈലിന്റെ മറ്റൊരു പ്രധാന സവിശേഷത ഇതിന്റെ ഖരേന്ദ്ര പ്രൊപ്പോഷൽ സംവിധാനമാണ്. ദ്രാവക ഇന്ധന മിസൈലുകളെ പോലെ വിക്ഷേപിക്കുന്നതിന് മുമ്പ് മണിക്കൂറുകളോളം തയ്യാറെടുപ്പിന്റെ ആവശ്യമില്ല. ആവശ്യമായ സാഹചര്യത്തിൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഇതിനെ വിക്ഷേപിക്കാൻ കഴിയും. അതിനാൽ അപ്രതീക്ഷിതമായ സൈനിക സാഹചര്യങ്ങളിൽ അതിവേഗ പ്രതികരണം ഇതിന് സാധ്യമാകുന്നു. അതോടൊപ്പം റോഡ് മൊബൈൽ ലോഞ്ചറുകളിൽ നിന്ന് വിക്ഷേപിക്കാനാകുന്നതിനാൽ സ്ഥിരമായ വിക്ഷേപണ കേന്ദ്രങ്ങളെ ആശ്രയിക്കേണ്ടതില്ല. മിസൈൽ ലോഞ്ചറുകൾ നിരന്തരം സ്ഥാനം മാറ്റുന്നതിനാൽ ശത്രുവിന് അവ കണ്ടെത്തി നശിപ്പിക്കുന്നത് അതീവ പ്രയാസകരമാകുന്നു. യുദ്ധ സാഹചര്യങ്ങളിൽ ഈ മൊബിലിറ്റി വലിയ തന്ത്രപരമായ നേട്ടമാണ്. പ്രാലയെ കൂടുതൽ അപകടകാരിയാക്കുന്നത് അതിന്റെ ടെർമിനൽ മാനുവറിംഗ് ശേഷിയാണ്. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾ ഒരു നിശ്ചിത പാത പിന്തുടരുമ്പോൾ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്ന അവസാന ഘട്ടത്തിൽ പ്രാലേക്ക് ദിശയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. കൃത്യതയുടെ കാര്യത്തിലും പ്രാലെ ശ്രദ്ധേയമാണ്. ഉപഗ്രഹ നാവിഗേഷൻ, ഇനേർഷ്യൽ ഗൈഡൻസ്, അത്യാധുനിക നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവയുടെ സഹായത്തോടെ വളരെ ചെറിയ പിഴവിൽ പോലും ലക്ഷ്യത്തെ കൃത്യമായി ആക്രമിക്കാൻ ഇതിന് കഴിയും. ഇതിലൂടെ സാധാരണ ജനവാസ മേഖലകൾക്ക് കുറഞ്ഞ നാശനഷ്ടം വരുത്തിക്കൊണ്ട് സൈനിക ലക്ഷ്യങ്ങൾ മാത്രം നിർവീര്യമാക്കാൻ ഇതിന് സാധിക്കും. ആധുനിക യുദ്ധങ്ങളിൽ കൃത്യത വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ ഈ സവിശേഷത ഏറെ നിർണായകമാണ്. ഇന്ത്യയുടെ സുരക്ഷാ പരിസരവും പ്രാലെയുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു. വടക്കൻ അതിർത്തിയിൽ ചൈനയും പടിഞ്ഞാറൻ അതിർത്തിയിൽ പാകിസ്ഥാനും ഉൾപ്പെടുന്ന ഇരട്ട സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്ന രാജ്യമാണ് ഇന്ത്യ. ഇരു രാജ്യങ്ങൾക്കും ശക്തമായ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഉള്ള സാഹചര്യത്തിൽ അതിവേഗത്തിൽ പ്രതികരിക്കാൻ കഴിയുന്ന പരമ്പരാഗത ബാലിസ്റ്റിക് മിസൈലുകളുടെ ആവശ്യകത ഇന്ത്യൻ സൈന്യം വർഷങ്ങളായി ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രാലെ ആ ആവശ്യത്തിനുള്ള മറുപടിയായാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. അതിർത്തിക്കപ്പുറത്തേക്കുള്ള വ്യോമതാവളങ്ങൾ, സൈനിക താവളങ്ങൾ, മിസൈൽ കേന്ദ്രങ്ങൾ, ലോജിസ്റ്റിക് ശൃംഖലകൾ എന്നിവയെ ആദ്യഘട്ടത്തിൽ തന്നെ ആക്രമിക്കാൻ കഴിയുന്നത് യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റാൻ സഹായിക്കും. ആഗോളതലത്തിൽ നോക്കുമ്പോൾ ആണവായുധങ്ങൾക്കപ്പുറം പരമ്പരാഗത പ്രഹരശേഷി ശക്തിപ്പെടുത്തുകയാണ് ഇന്ന് ലോകത്തെ പ്രധാന സൈനിക ശക്തികൾ. ഇതേ വഴിയിലാണ് ഇന്ത്യയും മുന്നേറുന്നത്. പ്രാലെ പോലുള്ള സംവിധാനങ്ങൾ ഇന്ത്യക്ക് കൂടുതൽ സ്വതന്ത്രമായ സൈനിക തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് നൽകുകയും യുദ്ധ സാഹചര്യങ്ങളിൽ വേഗത്തിലും കൃത്യതയോടെയും പ്രതികരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയ മിസൈൽ മാത്രമല്ല, ഇന്ത്യയുടെ ഭാവി യുദ്ധ സിദ്ധാന്തത്തെ നിർവചിക്കുന്ന പ്രധാന ആയുധ സംവിധാനങ്ങളിൽ ഒന്നുകൂടിയാണിത്. വരും വർഷങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ പരമ്പരാഗത ആക്രമണ ശേഷിയുടെ നട്ടെല്ലായി പ്രാലെ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ.